ആദ്യമായിട്ട് ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു. എൻ്റെ പേര് മായ. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 നവംബർ 21 തീയതിയാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എനിക്ക് ബ്രസ്റ്റിന് വേദനയായിട്ട് 1-2 വർഷമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടായിരുന്നു. ഞാൻ ആശുപത്രിയിലൊന്നും പോയില്ല, മാറുമെന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിൽ സഹിക്കാൻ പറ്റാത്ത വേദനയായി. അങ്ങനെ ആദ്യമായി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അന്ന് മുതൽ ഇന്ന് വരെ നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ഈ 1 വർഷത്തോളമായി ഇന്ന് വരെ എനിക്ക് ആ വേദന വരികയോ ഒരു ബുദ്ധിമുട്ട് പോലും, എനിക്ക് യാത്ര പോലും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പോലും എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് പൈൽസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പൈൽസിന് ഇടയ്ക്ക് ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ നടുവിന് ഭയങ്കര വേദനയും ബുദ്ധിമുട്ടും, എനിക്ക് ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു. അതും ഇതുപോലെ ഞാൻ ഇവിടെ ഉടമ്പടിയിൽ നിയോഗം എഴുതി വെച്ചു, നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചു. അതും ഇന്ന് ഇത്രയും നാളിനും ഈ 1.5 വർഷത്തിനോടിടയ്ക്ക് ഇന്ന് വരെ എനിക്കുണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ എനിക്കൊരു ജോലിക്ക് വേണ്ടി ഞാൻ നിയോഗം എഴുതി സമർപ്പിച്ചായിരുന്നു. ഞാൻ നവംബർ 21 ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. 22 തീയതി എനിക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ഞാൻ 27 തീയതി ഞാൻ ജോലിക്ക് ചേരുകയും ചെയ്തു. അന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എൻ്റെ അമ്മ മാതാവിൻ്റെ കാശുരൂപവും നേർച്ച വസ്തുക്കളുമായിട്ടാണ് പോയത്. അതിൻ്റെ ഫലമായിട്ട് അവരെന്നോട് ഇൻ്റർവ്യൂവിന് ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിച്ചില്ല. എൻ്റെ പേരോ എൻ്റെ സ്ഥലമോ അല്ലെ വീട്ടിൽ ആരൊക്കെയുണ്ട് അത്രയല്ലാതെ ഒന്നും എന്നോട് ചോദിച്ചില്ല. സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തു. പിറ്റേ ദിവസം മുതൽ ഞാൻ ജോലിക്ക് കയറാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ജോലിക്ക് പോയി. ഇപ്പോൾ ഞാൻ ആ ജോലി ചെയ്യുന്നു. പിന്നെ അടുത്തതായിട്ട് എൻ്റെ മോളുടെ സാക്ഷ്യമാണ്. അവൾ +2 പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും പാസ്സാകുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഞാനിവിടെ നിയോഗം എഴുതി സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. പരീക്ഷ കഴിഞ്ഞതിന് ശേഷവും അവൾ വന്ന് പറഞ്ഞു അവൾക്കും വലിയ പ്രതീക്ഷയില്ല, ആർക്കും പ്രതീക്ഷയില്ല. പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അമ്മ എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. അങ്ങനെ അമ്മ മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ എന്നും രാവിലെയും വൈകിട്ടും ഇവർക്ക് ഞാൻ കൊടുക്കുമായിരുന്നു. ഇവൾ പരീക്ഷ എഴുതാൻ പോയപ്പോൾ നേർച്ച വസ്തുക്കളും കൊടുത്തു, കാശുരൂപവും കൊടുത്തു വിട്ടു. ഉപ്പ് ക്ലാസ് റൂമിൽ ഇരിക്കുന്നിടത്ത് വിതറിയതിന് ശേഷമാണ് ഇവിടെ എക്സാം എഴുതിയത്. എഴുതിയിട്ട് വന്നിട്ടും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അമ്മ മാതാവ് സഹായിക്കുമെന്ന്. റിസൾട്ട് വന്നപ്പോൾ എല്ലാ വിഷയത്തിനും അമ്മ നല്ല മാർക്ക് തന്നു. 80% കൂടുതൽ മാർക്ക് തന്നു, അമ്മ പാസ്സാക്കി തന്നു. അമ്മയ്ക്ക് ഒത്തിരി നന്ദിയുണ്ട്. അതേപോലെ എൻ്റെ ഇളയ മോക്ക് ഒരു 4 വർഷം 5 വർഷമായിട്ട് അവിടെ 2 കാലും കൈയും ചൊറിഞ്ഞു പൊട്ടിയിട്ട് ചെരുപ്പിടാൻ പറ്റത്തില്ല, ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, കൈയും കാലും വിണ്ട് കീറി ചോരയെടുക്കുമായിരുന്നു. ഒത്തിരി അടുത്ത ആശുപത്രികളിലൊക്കെ കൊണ്ട് കാണിച്ചു. പക്ഷേ ഒരുപാട് മരുന്നും ഓയിൻമെൻറ്റും ഒക്കെ പുരട്ടി. പക്ഷേ ഒരു ഇതുമില്ലായിരുന്നു. കാല് കാണുമ്പോൾ നമുക്ക് സഹിക്കത്തില്ല. മുറ്റത്തിറങ്ങിയിട്ട് കയറി വന്നാൽ ഉടനെ കാലിൽ കൂടെ ചോര ഒലിക്കുമായിരുന്നു. കയ്യും അതുപോലെ ഞങ്ങൾ ആഹാരം വാരി കൊടുക്കുമായിരുന്നു. ഞാൻ അമ്മയുടെ നേർച്ച വസ്തു ഉപ്പിട്ട വെള്ളത്തിൽ കാലിറക്കി വെക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഉടമ്പടി തൈലവും ഉപ്പും കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. കാലയിൽ എന്നും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ കാലും കൈയും ഇപ്പം അമ്മ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തി തന്നു. ഇപ്പം സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോമിൻ്റെ കൂടെ ഷൂവും സോക്സും ഒക്കെ ഇട്ടുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് പോകുന്നത്. അന്ന് സ്കൂളിൽ പോകുമ്പോൾ എല്ലാ പിള്ളേരും ചെരുപ്പിട്ടുകൊണ്ട് പോകുമ്പോൾ എനിക്ക് സങ്കടമായിരുന്നു. എൻ്റെ അമ്മ അതും മാറ്റി തന്നു. എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുക. ഇതൊന്നും അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എൻ്റെ കാര്യങ്ങൾ നടക്കാൻ ഇച്ചിരി താമസിച്ചാലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ കാരുണ്യ പ്രവർത്തികളെന്ന് പറയാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി എല്ലാ ഇടങ്ങളിലും ഞാൻ കൊടുക്കും. ഇന്ന് ഇവിടുന്ന് കിട്ടുകയാണെങ്കിലും വൈകുന്നേരത്തെയും രാവിലത്തെയും പ്രാർത്ഥനയ്ക്ക് ഞാൻ ആ പത്രം കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ച് തൈലം തൂത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ അന്ന് ആ പത്രം കൊടുത്ത് തീർന്നതിന് ശേഷം മാത്രമേ ഞാൻ ബാക്കി ജോലിക്കാണേലും പോകത്തുള്ളൂ. പിന്നെ ഇവിടുത്തെ കാശുരൂപവും ജപമാലയും അമ്മയുടെ ഫോട്ടോയും അങ്ങനെ നേർച്ച വസ്തുക്കൾ തൈലവും ഉപ്പും ഒക്കെ എന്നോട് ഞാൻ വരുമ്പോൾ കൊണ്ടു തരണേന്ന് പറയുന്നവർക്കൊക്കെ ഞാൻ കൊണ്ടു കൊടുക്കും. ഇപ്പോഴും എന്നോട് പറഞ്ഞു വിട്ടിട്ടുണ്ട് കൊണ്ടു കൊടുക്കണമെന്ന്. പിന്നെ അതേപോലെ കാരുണ്യ പ്രവർത്തികൾ എന്നാൽ കഴിവത് പാവങ്ങളെ സഹായിക്കും. പൈസയായിട്ടായാലും ആഹാരം എന്നെ കൊണ്ട് വെച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുക്കും. അതും 1 മണിക്കൂറത്തേക്കൊക്കെ എനിക്ക് സമയം തരത്തുള്ളൂ ജോലി ചെയ്യുന്നതിനിടയ്ക്കൊന്ന് ഇറങ്ങാൻ. ആ 1 മണിക്കൂർ കൊണ്ട് ഞാൻ ഇറങ്ങി ആഹാരമൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ തിരികെ വരുമായിരുന്നു. അങ്ങനെ പിന്നെ അതുപോലെ പ്രാർത്ഥനയാണെങ്കിലും ഇപ്പം കറക്റ്റ് 5:30 എന്നുള്ള സമയത്തിന് ഞാൻ 4:15 എഴുന്നേൽക്കും. അതിനുശേഷം ബൈബിൾ ചൊല്ലി പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലും എല്ലാം. അതിനുശേഷം 5:30 ഡെയിലി ബ്രെഡ്, അങ്ങനെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ ചൊല്ലാറുണ്ട്. അതുപോലെ വൈകുന്നേരത്തെ പ്രാർത്ഥനയാണേലും കഴിവതും എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് വരെ ഉടമ്പടി എടുത്ത് ഈ 1.5 വർഷത്തിനിടയ്ക്ക് ഇന്ന് വരെ
ഒരു നേരം പോലും മുടങ്ങിയിട്ടില്ല. രാവിലത്തെയും വൈകിട്ടത്തെയും പ്രാർത്ഥന മുടങ്ങാതെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയുമാണ് ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നത്. ചൊവ്വായും ശനിയും 2 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്ക് ഈശോ എന്തൊക്കെയോ ഒത്തിരി ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ എനിക്കങ്ങോട്ടൊന്നും, എല്ലാത്തിനും എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒത്തിരി നന്ദി. ബൈബിളായാലും ജപമാലയായാലും ഇത്രത്തോളം ഞാൻ ഇന്ന് വരെ ഒരു ദൈവത്തെയും ഞാൻ അറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല. അതുപോലെ എനിക്ക് ഇവിടെ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് പ്രാർത്ഥിക്കാനും സാധിക്കുന്നുണ്ട്. ഒരു നേരമെങ്കിലും ബൈബിൾ വായിക്കാതെ കിടന്നാൽ എന്തോ, ഞാൻ രാത്രി 3 മണിക്ക് വരെ എഴുന്നേറ്റിരുന്ന്, ഉണരുന്ന ഉടനെ ഞാൻ എഴുന്നേറ്റിരുന്ന് മുട്ടുകുത്തി വിശ്വാസപ്രമാണവും ജപമാലയും ചൊല്ലിയിട്ട് ഞാൻ വീണ്ടും കയറി കിടക്കും. പിന്നെ ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് വീണ്ടും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എനിക്ക് മുടക്കം വരുത്താൻ പറ്റത്തില്ല. ഇതിനിടയ്ക്ക് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പല പ്രാവശ്യങ്ങളും എനിക്ക് മെഴുകുതിരിയിൽ ധാരാളം അടയാളങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു ദിവസം അമ്മയുടെ ഈശോയുടെ ശബ്ദം എനിക്ക് എന്നെ വിളിച്ചുണർത്തുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ എന്നും ഫോണിൻ്റെ അലാറം വെച്ചിട്ട് കിടക്കുന്നതായിരുന്നു. അന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ കറക്റ്റ് ഞാൻ എഴുന്നേൽക്കുന്ന സമയമായപ്പോൾ എന്നെ പേര് ചൊല്ലി വിളിച്ച് ഞാൻ അങ്ങനെ എഴുന്നേറ്റ് സമയം നോക്കിയപ്പം കറക്റ്റ്. അതുപോലെ എനിക്ക് ഇവിടുന്ന് കിട്ടിയ കാശ് രൂപത്തിൽ ഞാൻ എഴുന്നേൽക്കുന്ന നേരത്തെ ഞാൻ 5 മണിയാകുമ്പോഴായിരുന്നു എഴുന്നേൽക്കുന്നത്. അത് കഴിഞ്ഞ് ആ കാശ് രൂപത്തിലൊരു, അത് അമ്മ മാതാവിൻ്റെ ആ ഘടികാര രൂപത്തിലാവുമ്പം അതേ 4:30 എന്നൊരു സമയം, ഒരു ലൈറ്റ് കത്തുന്ന പോലെ, അത് കറക്റ്റ് വൈകുന്നേരം ആകുമ്പോഴാണ് അത് ശരിക്കും പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ ആ കാശ് രൂപം തെളിഞ്ഞ് ആ ഒരു ഇതേ നോക്കിക്കഴിഞ്ഞാൽ 4:30 സമയം. അതിനുശേഷം ഇന്ന് വരെ ഞാൻ എന്തൊക്കെ ചെയ്താലും 4:30 എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ ഉണർന്നിരിക്കും. എനിക്ക് പ്രാർത്ഥിക്കാൻ എന്നെ ദൈവം അതിനെ അനുഗ്രഹിക്കുന്നുണ്ട്. ഇത്രത്തോളം അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു ഞാൻ. സങ്കീർത്തനങ്ങൾ 30-ാം അധ്യായം 2-ാം തിരുവചനം. എൻ്റെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. മായ അനീഷ് എന്ന ഈ സഹോദരി 2 മക്കളോട് ചേർന്ന് കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ജീവിതത്തിൽ ലഭിച്ച 5 അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ ആദ്യം സൂചിപ്പിച്ചത് തൻ്റെ 2 ബ്രസ്റ്റിലുമുണ്ടായ നിരന്തരമായ വേദന, ഏറെ നാളായി ക്ലേശം അനുഭവിച്ചു പോയത്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തൈലം പൂശി കുരിശടയാളം വരച്ച് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിലൂടെ മറ്റു മരുന്നോ ലേപനമോ ഒന്നുമില്ലാതെ അതിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചതിനെക്കുറിച്ചാണ്. രണ്ടാമത്തത് പൈൽസ് എന്ന രോഗത്തിനും ഇതുപോലെ തന്നെ ഏറെ ദുരിതപൂർണമായ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മയുടെ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെ അതിന് ലഭിച്ച സൗഖ്യത്തെയും മകൾ സാക്ഷ്യപ്പെടുത്തി. അതോടൊപ്പം ഇളയ മകളുടെ കൈകാലുകൾ വിണ്ടുകീറി എപ്പോഴും രക്തവും ചലവും വരികയും ഭക്ഷണം കഴിക്കുവാനാവാതെ പുറത്ത് നടക്കുവാനാവാതെ ഏറെ കുഞ്ഞ് 5 വർഷത്തോളം ക്ലേശിച്ചിരുന്ന ആ ഗൗരവമുള്ള രോഗത്തിനും മറ്റു മരുന്നൊന്നും ഉപയോഗിക്കാതെ പരിശുദ്ധമ്മയുടെ ഉടമ്പടി ഉപ്പ് അത് കുഞ്ഞിൻ്റെ കൈകാലുകളിൽ ധാരകോരിയതിലൂടെ അത് പൂർണ്ണമായി സൗഖ്യപ്പെടുകയും സാധാരണ പോലെ കുഞ്ഞിപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും ചെരുപ്പ് ധരിക്കുവാനും ഒക്കെ സാധിച്ചതിന് നന്ദി പറയുന്നു. ഉടമ്പടിയുടെ വലിയ അനുഗ്രഹമാണ് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളുടെ പ്രയോഗം. അത് ഒത്തിരി തവണ ജോസഫ് അച്ഛൻ തനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപാവരങ്ങളാൽ പ്രാർത്ഥിച്ച് ആശീർവദിച്ച് നമുക്ക് കൈമാറുന്നതാണ്. ആരൊക്കെയാണോ വിശ്വസ്തയോടും വിശ്വാസത്തോടും കൂടി ആ നേർച്ച വസ്തുക്കൾ ഏതൊരു നിയോഗത്തിനു വേണ്ടി പ്രയോഗിക്കുക, അത് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ ആശീർവദിക്കുന്ന നേർച്ച വസ്തുക്കളായതുകൊണ്ട് തന്നെ അമ്മയുടെ വളരെ വേഗത്തിലുള്ള ഇടപെടലും സഹായവും അതിലൂടെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓരോ സാക്ഷ്യം ഈ എൽത്താരയിൽ പറയുമ്പോഴും സഹോദരങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറയും, അത് നേർച്ച വസ്തുക്കളുടെ ഉപയോഗം ഞങ്ങളുടെ ജീവിതത്തിന് എത്രത്തോളം സംരക്ഷണം നൽകി, സൗഖ്യം നൽകി, സഹായം നൽകിയെന്ന്. അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുന്ന മക്കൾ ഏറ്റവും ഗൗരവത്തോടുകൂടി ഉടമ്പടി പ്രാർത്ഥനയ്ക്കൊപ്പം, ഉടമ്പടിയുടെ കാരുണ്യ പ്രവർത്തികൾക്കൊപ്പം, ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കൊപ്പം ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഇതെനിക്ക് സൗഖ്യത്തിന്, ഇതെനിക്ക് പുതിയ വഴിതെളിക്കുന്നതിന്, നാളിതുവരെയുള്ള പ്രതിസന്ധികൾ മുഴുവനും മാറുന്നതിന്, എൻ്റെ കടബാധ്യതകൾ ഇളച്ചു കിട്ടുന്നതിന്, ഇത് അനുഗ്രഹത്തിൻ്റെ അടയാളമായി എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഇത് മാറും എന്ന നല്ല പ്രത്യാശയോടുകൂടിയാണ് നാം ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഓരോ ഉടമ്പടി നേർച്ച വസ്തുവും നമുക്ക് ദൈവിക സംരക്ഷണത്തിൻ്റെ, അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ
വലിയ സാക്ഷ്യമായി തീരുവാൻ നമുക്ക് സഹായിക്കും. മകളുടെ പരീക്ഷയിലുള്ള വിജയത്തെക്കുറിച്ച് സഹോദരി സാക്ഷ്യപ്പെടുത്തി. സഹോദരിക്ക് തന്നെ ലഭിച്ച ജോലിയെക്കുറിച്ചും സാക്ഷ്യപ്പെടുത്തി. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അമ്മ മാതാവ് അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നവരെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുകയും ഭൗതികമായ നന്മകൾ നൽകി ആത്മീയമായ ബലപ്പെടുത്തലിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ അമ്മയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭൗതിക ജീവിതത്തെ നന്മകൾ കൊണ്ട് അമ്മ നിറയ്ക്കുകയും ചെയ്യും. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെയും സൗഖ്യങ്ങളെയും ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.